ഇന്ന് മുഗളായി ചിക്കനാണ് തയ്യാറാക്കുന്നത്. 1.5 കിലോ ചിക്കനാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 30 മിനിറ്റ് വെക്കണം. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടാകുമ്പോൾ ഒരു 3 സവാള മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. 15 ചെറിയ ഉള്ളിയും മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. കളർ ചേഞ്ച് ആകുന്നത് വരെ. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ ഇഞ്ചി അരച്ചെടുത്തതും ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വെള്ളം വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഹീറ്റ് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റണം. എന്നിട്ട് ചിക്കൻ ഒരു വൈറ്റ് കളർ ആകുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടി 5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടിയും 5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മീഡിയം ഹീറ്റിൽ വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ അരച്ചെടുത്താണ് ചേർക്കാനുള്ളത്. ഞാനൊരു 30 അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതാണിത്, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഓയിൽ സെപ്പറേറ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 7 ടേബിൾ സ്പൂൺ തൈരിനെ ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എരിവ് കുറഞ്ഞ ഒരു 6 പച്ചമുളക് കൂടി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഡ്രൈഡ് ഫെനുഗ്രീക്ക് ലീഫ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇത് ഞാനൊരു 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചേക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ മുഗളായി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.